കഴിഞ്ഞ 59 ദിവസമായി ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രിയിലെ രജിസ്ട്രേഡ് നഴ്സുമാർ സമരത്തിലാണ്. അവർ ആദ്യഘട്ടം ആശുപത്രിക്ക് പുറത്ത് സമരം ചെയ്തു. രണ്ടാം ഘട്ടം ആ സമരം ആശുപത്രിക്കകത്തേക്ക് മാറ്റി. ഇപ്പോൾ ആ സമരം കളക്ടറേറ്റ് പടിക്കൽ രാപ്പകൽ സമരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലൊക്കെ ഈ 59 ദിവസവും ഈ സമരം പരിഹരിക്കുന്നതിനാവശ്യമായ ചർച്ചകൾ പല രീതിയിൽ നടത്തിയെങ്കിൽ പോലും ഇന്നുവരെ അത് പരിഹരിക്കാനോ അതിൽ സമരത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാനോ ആശുപത്രി മാനേജ്മെൻറ്റുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട്. അവസാന ഘട്ടം ഇന്നലെ കളക്ടർ ചേംബറിൽ നടന്ന ചർച്ചയിൽ ചില മാനേജ്മെൻറ്റുകൾ ആ ആവശ്യം അംഗീകരിക്കുകയും എന്നാൽ ആ ആവശ്യത്തിന് തുരങ്കം വെക്കുന്ന തരത്തിലല്ല, ആ സമരം ഒത്തുതീർപ്പാക്കുന്ന തീരുമാനത്തിന് തുരങ്കം വെക്കുന്ന തരത്തിൽ ജില്ലയിലെ പ്രധാന ട്രേഡ് യൂണിയനുകളായ CITUവും BMSും പോലുള്ള സംഘടനകൾ അതിന് തുരങ്കം വെച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും സമരം നീണ്ടു പോവുകയാണ്, അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടുപോവുകയാണ്. അപ്പോൾ 60 ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ ഈ സമരം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുമ്പാകെയും ജില്ലാ ലേബർ ഓഫീസർ മുമ്പാകെയും ആശുപത്രി മാനേജ്മെൻറ്റുകൾ മുമ്പാകെയും ഞങ്ങൾ ഇതിനോടകം തന്നെ ഒരു കത്ത് സമർപ്പിച്ചു കഴിഞ്ഞു. തുടക്കം മുതൽ ഈ സമരത്തിന് പിന്തുണയുമായി കണ്ണൂർ ജില്ലയിൽ കടന്നു വന്നിരിക്കുന്ന യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ 48 മണിക്കൂറിനുള്ളിൽ ഈ സമരത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സമരം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ 17-ാം തീയതി മുതൽ ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറയാൻ ഞങ്ങൾ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. 17-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങൾക്ക് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകും. ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടെ നിന്നുള്ള നേതാക്കന്മാർ പോവുകയാണ്. ആരോഗ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിയെയും ഞങ്ങൾ സമരത്തിലേക്ക് കടക്കുമെന്നുള്ള ആവശ്യം അറിയിക്കുകയാണ്. ഇതിനോടകം തന്നെ ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മാനേജ്മെൻറ്റുകളോട് അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടി മന്ത്രിമാർ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പോലും വളരെ ധിക്കാരപരമായ നിലപാടാണ് മാനേജ്മെൻറ്റുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. തുടക്കം മുതൽ അവർ ഈ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളാണ് CITUവും BMSും. പക്ഷേ ആ തുടക്കത്തിൽ അവർക്ക് ആവശ്യമായ ഒരു തുച്ഛമായ വേതനം ഇവർ വർദ്ധിപ്പിച്ച് നൽകിയ സാഹചര്യത്തിൽ അവർ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പോയി. പിന്നീട് ഈ മിനിമം വേതനം എന്നുള്ള കാര്യത്തിലേക്ക് നഴ്സുമാർ മുന്നോട്ട് പോകുമ്പോൾ ആ സമരത്തിന് ഒരു തരത്തിലും അംഗീകാരം നൽകാതെ അതിന് പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സമീപനമായിരുന്നു CITUവും BMSും നേടിയിരിക്കുന്നത്. ഇപ്പോൾ 60 ദിവസം ഈ സമരം നേടിയെടുത്തുകൊണ്ട് മാനേജ്മെൻറ്റുകൾ ഈ സാലറി വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ആ ഗുണഭോക്താക്കളാവാൻ വേണ്ടി CITUവും BMSും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാദ്യം അവസാനിപ്പിച്ച സമരം ഈ വർദ്ധിപ്പിക്കുന്ന ഈ സാലറി അവർക്ക് കൂടി വേണമെന്നുള്ള ഒരു മുരട്ടുവാദവുമായിട്ടാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഈ INAയുടെ ആളുകൾ അത് കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായും അവർക്ക് സത്യത്തിൽ CITUവും BMSും അവരുടെ ആവശ്യം ഓൾറെഡി അംഗീകരിച്ചതാണ്. ഇപ്പോൾ നഴ്സുമാരുടെ ഈ പറഞ്ഞ വർധനവ് മാനേജ്മെൻറ്റുകൾ അംഗീകരിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ വിടില്ല എന്നുള്ള തരത്തിലുള്ള സമീപനമായിട്ടാണ് CITUവും BMSും മുന്നോട്ട് വരുന്നത്. അത് മാനേജ്മെൻറ്റും ഈ പറഞ്ഞ സംഘടനകളും തമ്മിലുള്ള ഒത്തുകളിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്.